ഹലോ ഫ്രണ്ട്സ്, DJ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കിടിലൻ യാത്ര പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് വന്നിട്ട് വാഗമണിലേക്കാണ്. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട് എന്ന് പറയുന്നത് ഓറഞ്ച് വാലി ഹിൽ റിസോർട്ടാണ്. അപ്പോൾ ഇന്ന് ആ ഒരു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ദിലീപില്ല. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് പോകുന്ന ഒരു ട്രിപ്പാണ്. നമ്മളൊരു ട്രാവലറിലാണ് പോകുന്നത്. അപ്പം നമുക്ക് കാഴ്ചകളിലോട്ട് പോകാം. കാഴ്ചകളിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാഴ്ചകളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഫോഴ്സ് പുറത്തിറങ്ങി വരുന്നു. രാവിലെ തന്നെ ഒരു കിട്ടില്ല മാസ്. നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് അടൂര്, പത്തനംതിട്ട, എരുമേലി, കുട്ടിക്കാനം, ഏലപ്പാറ വഴിയാണ് നമ്മൾ വാഗമണിലോട്ട് പോകുന്നത്. ഇപ്പോൾ രാവിലെ ഏകദേശം 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ റാന്നി ഫോറസ്റ്റ് ഡിവിഷനുള്ളിൽ എത്തിയിരിക്കുകയാണ്, എരുമേലിക്ക് സമീപത്ത്. നമ്മൾ ആക്ച്വലി കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ, അതായത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കുമളിക്ക് പോയ ആ ഒരു KSRTC ബസ്സിൽ പോയത് ഈ റൂട്ട് വഴി തന്നെയാണ്. നമ്മൾ ബസ്സിൽ ഈ ഫോറസ്റ്റ് വഴി പാസ് ചെയ്ത് പോവുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ട്രാവലറിൽ വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്തി കുറച്ച് വിഷ്വൽസ് കാട്ടിനകത്തൊന്ന് ജസ്റ്റ് ആ ഒരു രാവിലെ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമ്മൾ ആ ഒരു ഭംഗിയൊക്കെ കണ്ട് നിൽക്കുവാണ്. നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറാണ് രാവിലെ. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വനം വകുപ്പിൻ്റെ ഒരു ബോർഡുണ്ട്, പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കരുത്. പക്ഷേ അതിൻ്റെ ആ ബോർഡിൻ്റെ തൊട്ട് താഴെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം നിക്ഷേപിച്ച് വളരെ വൃത്തികേടാക്കി ഇട്ടേക്കുന്നു. കാണുമ്പോൾ തന്നെ ഒരു വിഷമമാണ്. നമ്മുടെ ട്രാവലർ കാട്ടിനുള്ളിലൂടെ ചീറിപ്പാഞ്ഞ് വരുന്നത് മാസ് വീഡിയോ ആണ്. രാവിലെ നമ്മൾ എരുമേലിയോട് അടുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച KSRTCയിൽ വന്നപ്പോഴും ഇതേ റൂട്ട് വഴിയാണ് പോയത്. നമുക്ക് ഓരോരോ യാത്രകളും ഓരോരോ പുത്തൻ ഉണർവും ഉന്മേഷവുമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രം എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന അമ്പലത്തിൽ നിന്നാണ് എരുമേലിയിലെ പ്രശസ്തമായ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. പേട്ടതുള്ളൽ ആരംഭിച്ച് വാവർ മസ്ജിദിൽ കയറി പ്രദക്ഷിണം വെച്ചിട്ടാണ് ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ ഇനി കുറച്ച് ദൂരം മണിമല ആറിൻ്റെ തീരത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ആറ്റിൽ. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ ഒരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട്. നമ്മുടെ വാഗമൺ വീഡിയോസ് 3 എപ്പിസോഡ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ആ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. 3ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നത്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം നമ്മുടെ മഴയത്ത് ഫോം ചെയ്ത് മലയിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു വെള്ളമാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ആറായി. നമ്മൾ ഈരാറ്റുപേട്ട വഴി പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ആ റോഡ് മോശമാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടിക്കാനം വഴിയാണ് ഇപ്പോൾ നമ്മൾ വാഗമണ്ണിൽ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പം വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമുക്ക് ബസ്സിലൊക്കെ പോയപ്പോൾ നമുക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്തോട് അടുക്കുകയാണ്. കുട്ടിക്കാനം എത്തി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ബസ്സിൽ വന്നപ്പോഴത്തേക്ക് കുട്ടിക്കാനത്ത് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാണ് കുമളിക്ക് പോയത്. നമ്മളിന്ന് വാഗമണിൽ ലെഫ്റ്റ് പോവുകയാണ്. ലെഫ്റ്റാണ് കട്ടപ്പന ഏലപ്പാറ എല്ലാം പോകുന്ന റൂട്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നമ്മൾ നമ്മുടെ വാഗമണിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി കുറച്ച് ദൂരം തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മുടെ യാത്ര. നല്ല ഭംഗിയുള്ള, കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് കുളിർമയേകുന്ന ഒരു അടിപൊളി യാത്രയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിനോട് അടുത്ത് നിൽക്കുകയാണ്. നമ്മൾ ആ കാണുന്ന മലയുടെ ഏറ്റവും മുകളിലാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. ഉഗ്രനാണ് അവിടെ നിന്ന് കാണാൻ പോകുന്ന പൂരം. നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുത്തെ ആ ഒരു വില്ലേക്ക് ഒന്ന് ഡോറൊന്ന് തുറന്ന് അകത്തോട്ട് കയറാം. ഇവിടെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഹാള് ഉണ്ട്, ടി വി ഉണ്ട്. ഒരു നല്ലൊരു എന്താ പറയുക, ഒരു നമ്മൾ കയറി വന്നിരുന്ന ഒരു ഫ്രഷ് മൈൻഡാണ്. നമുക്ക് അവിടെ കുറച്ച് ഇരുന്ന് ടി വി ഒക്കെ കാണാനുള്ളതുകൊണ്ട് നമുക്ക് അടുത്തത് ബാത്റൂം ഒന്ന് നോക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ്. ഇനി അടുത്ത് നമുക്ക് ബെഡ്റൂമിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി വെക്കാം. കൊള്ളാം. നല്ല ഒരു എന്താ പറയുക, ഇത്രയും ഒരു ലോങ് യാത്ര കഴിഞ്ഞിട്ട് ബെഡ്റൂമിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു സമാധാനം. ഇനി നമ്മൾ അടുത്ത ബാൽക്കണിയിലോട്ടാണ് ഒന്ന് നോക്കാം. ആഹാ, അടിപൊളി വ്യൂ ആണ്, സൂപ്പർ വ്യൂ ആണ് മുകളിൽ നിന്നിട്ട്. അടിപൊളി. നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ വാഗമണിൽ ഏറ്റവും ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സൂപ്പറായിരിക്കുന്നു, സൂപ്പർ. നമ്മുടെ വില്ല എന്ന് പറയുന്നത് മുകളിലത്തെ ഫ്ലോറുണ്ട്, താഴത്തെ ഫ്ലോറുണ്ട്. നമുക്ക് താഴത്തെ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഈ ഡോറ് തുറന്നതേ പുറത്തോട്ട് ആ ഒരു വ്യൂ പോയിന്റിലോട്ട് ഇറങ്ങാൻ പറ്റും. നേരത്തെ നമ്മൾ ഈ ഒരു വ്യൂ ആണ് മുകളിൽ നിന്ന് കണ്ടത്. ശരിക്കും ഒരു വില്ലയിൽ 2 ഫ്ലോറുണ്ട്, താഴത്തെ ഫ്ലോറുണ്ട്, മുകളിലത്തെ ഫ്ലോറുണ്ട്.
മേളിലുള്ള അതുപോലെ തന്നെയാണ് താഴെയും ആ ഹാളും ബെഡ്റൂമും ബാത്റൂമും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ മേളിൽ ആ ഒരു ബാൽക്കണിയിൽ കുറച്ചും കൂടെ നല്ല വ്യൂ ആണ്. പക്ഷേ അതുപോലെ തന്നെ താഴെ അഡീഷണൽ ആയിട്ട് ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ തുറന്ന് പുറത്തോട്ടിറങ്ങി ആ ഒരു വ്യൂ പോയിന്റിലോട്ട് വളരെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കൊള്ളാം, മേളിലായാലും താഴെയായാലും എല്ലാം ഒരുപോലെയാണ്. കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി, നല്ല തണുപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട, വീഡിയോസ് എല്ലാം മുഴുവനായി കാണുക. നമ്മുടെ പ്രേക്ഷകർക്കായി DJ ഡയറീസിൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഞാനിത് ബാൽക്കണിയിൽ നിന്നത് ഈ ഒരു കാഴ്ച ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുവാണ്. ഒരു എന്താ പറയുക, ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ദിലീപ് ഇതേപോലുള്ള സാഹചര്യങ്ങളൊന്നും എനിക്ക് ദിലീപിനെ കിട്ടാറില്ല. പക്ഷേ എന്തായാലും ഈ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും വരും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല റിസോർട്ട് ആക്ച്വലി പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയും ഇവിടെ ഒത്തിരി ഐ മീൻ എന്താ പറയുക, പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ഇൻഫിനിറ്റി പൂള് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു ലൊക്കേഷൻ അല്ലേ, നിങ്ങൾ കണ്ടോ? എൻ്റെ പുറകിൽ വളരെ മനോഹരമായ വ്യൂ ആണ്. എന്താ പറയുക, എനിക്ക് ആ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ഓരോ കാഴ്ച. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് കൂടുതൽ കാഴ്ചകളുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.